السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الكريم وعلى آله وصحابته كلهم أجمعين. أما بعد. الله سبحانه وتعالى തഖ്വ സൂക്ഷ്മത, അള്ളാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും ജീവിതത്തിൽ പാലിക്കുന്ന രംഗത്തുള്ള ശ്രദ്ധ അതൊരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയ്ക്കിടെയുള്ള സ്വഹാബത്തിന് നൽകിയിരുന്ന ആ ഒരു വസീയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വ ശീലിച്ചെടുക്കാനും ജീവിതത്തിലുടനീളം തഖ്വ പാലിക്കാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തഖീങ്ങളായി കണ്ടുമുട്ടാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിപ്പോ റമദാൻ ഒന്നാമത്തെ ദിവസത്തിലാണ്. റമദാനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ കേൾക്കാറുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ വന്ന നിരവധി കാര്യങ്ങളുണ്ട്. റമദാനിന്റെ മാത്രമായ ഒരുപാട് സവിശേഷതകൾ. അതിൽ രണ്ട് സ്വഹാബിമാരുടെ ഒരു കഥ ഒരു പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽ ഒരാളായിരുന്നു തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നു. സ്വഹാബിമാരായ തന്നെ 2 കൂട്ടുകാരെ കുറിച്ചാണ് അദ്ദേഹം സ്വപ്നം കാണുന്നത്. സ്വർഗത്തിന്റെ കവാടത്തിൽ, ആ കവാടത്തിന് പുറത്ത് ആരെയാണ്, ആരുടെ പേരാണ് വിളിക്കുകയെന്നും സ്വർഗത്തിന്റെ കവാടം ആർക്കു വേണ്ടിയാണ് തുറക്കപ്പെടുക എന്നുമൊക്കെ ഇങ്ങനെ സംശയിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹം സ്വപ്നത്തിൽ കാണുന്നത്. സ്വപ്നത്തിലുള്ളത് 3 ആളുകൾ. നേരത്തെ പറഞ്ഞ 2 സ്വഹാബിമാർ, മൂന്നാമതായി ഈ സ്വപ്നം കാണുന്ന ത്വൽഹ റളിയല്ലാഹു അൻഹു. ആ 2 ആളുകളുടെയും മറ്റു 2 സ്വഹാബിമാരുടെയും പ്രത്യേകത അവർ ഒരേ ദിവസം ഒരുമിച്ച് വന്ന് പ്രവാചകന്റെ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. ഒരു ഉറ്റ സുഹൃത്തുക്കളാണ്. ഒരേ ദിവസം പ്രവാചകന്റെ അടുത്ത് ഒന്നിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നു. പിന്നെ അവർ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകി, സേവനങ്ങൾ നൽകി അവർ ജീവിക്കുന്നു. അതിലൊരാളുടെ പ്രത്യേകത, അയാൾ ഇസ്ലാമിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ തയ്യാറായ മനുഷ്യനാണ്. അതായത് ആ 2 പേരിൽ ഒരാൾ ഷഹാദത്ത് വരിച്ചു. ഒരു ഷഹീദിന്റെ കൂലിയെ കുറിച്ച് നമുക്ക് കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതുണ്ടെന്ന് തോന്നില്ല. ഇസ്ലാമിന് വേണ്ടി സമ്പത്തും സ്വന്തം ജീവനും ഒക്കെ ത്യജിച്ചൊരു മനുഷ്യനാണ് ഒരു ഷഹീദ്. സ്വന്തം ജീവൻ, സ്വന്തം പ്രാണൻ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ സന്നദ്ധനായ മനുഷ്യൻ. കടം ഒഴിച്ചുള്ള ബാക്കിയെല്ലാം ഒരു ഷഹീദിനെ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. എല്ലാ ബാധ്യതകളും അള്ളാഹു അതിന് പരിഹാരം കണ്ടിരിക്കുന്നു എന്നാണല്ലോ ഷഹീദിനെ കുറിച്ച് പറഞ്ഞത്. ആ രക്തം പുരണ്ട മുറിവുകളുള്ള ആ ശരീരം കുളിപ്പിച്ച് വൃത്തിയാക്കാതെ അതുപോലെ കഫൻ ചെയ്ത് നാളെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നോക്കി നിൽക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ താൻ അർപ്പിച്ച തന്റെ ജീവൻ, തന്റെ ശരീരം, ആ രക്തവും തന്റെ ചോരയൊലിക്കുന്ന ശരീരവും മുറിവുകളുമായി ലോക ജനതയുടെ മുമ്പിൽ വന്ന് അങ്ങനെ മാലോകരുടെ മുന്നിൽ ആ മനുഷ്യന്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുമാറാണ് നാളെ പരലോകത്തിൽ ശുഹദാക്കൾ വരുന്നത്. അവരെ കുളിപ്പിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മറവ് ചെയ്യണം അവരുടെ രക്തത്തോട്, അവരുടെ മുറിവുകളോട്. അങ്ങനെയുള്ള ഒരാൾ. രണ്ടാമത്തെ മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ പിന്നെയും ജീവിച്ചു. പിന്നെയും അയാൾക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുത്തു. അയാൾ സാധാരണഗതിയിൽ അയാൾ മരണപ്പെടുകയും ചെയ്തു. ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്,
മൂന്നാളുകൾ. ഒന്നാമത്തേതായി എന്തായാലും ഈ പറഞ്ഞ വലിയ സേവനങ്ങൾ അർപ്പിച്ച സ്വന്തം ജീവൻ കൊടുത്ത ഷഹീദിനല്ലാതെ വേറെ ആരെയും വിളിക്കാൻ വേറെ ചാൻസ് ഒന്നുമില്ല. അപ്പൊ ഒന്നാമത് ഈ ഷഹീദിന്റെ പേര് വിളിക്കും. സ്വർഗത്തിന്റെ കവാടങ്ങൾ അയാൾക്ക് വേണ്ടി തുറക്കപ്പെടും. അയാളായിരിക്കും ഒന്നാമത് പ്രവേശിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് രണ്ടാമത്തെ ആളെ സ്വർഗത്തിനുള്ളിൽ നിന്ന് വിളിച്ചു. അയാളുടെ പേര് വിളിച്ചു. സ്വർഗത്തിന്റെ കവാടങ്ങൾ ഈ രണ്ടാമത്തെ മനുഷ്യന് വേണ്ടി തുറന്നു കൊടുത്തു. അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. പിന്നെ ബാക്കിയുള്ളത് രണ്ടുപേർ. രണ്ടാമത് ഷഹീദായ മനുഷ്യനെ പേര് വിളിച്ചു. അയാൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു. അയാൾ അകത്ത് കയറി. മൂന്നാമത് തുൽഹാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിനക്ക് സമയമായി. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ സ്വപ്നം കാണുന്നത്, നിനക്ക് സമയമായിട്ടുള്ളത് മടങ്ങിപ്പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. ഈ സ്വപ്നം കണ്ട് അദ്ദേഹം ഉണർന്നു. പിറ്റേന്ന് രാവിലെ പല ആളുകളോട് സ്വപ്നം പറഞ്ഞു. പല സ്വഹാബിമാരോടും പറഞ്ഞു. പല സ്വഹാബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ സ്വപ്നം പ്രവാചകനോട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും അത്ഭുതമാണ്. എന്താണ് ഒരു ഇസ്ലാമിൽ ഷഹീദാവാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വഹാബിമാരൊക്കെയും അത്യധികം ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. പ്രവാചക ചരിത്രം കേൾക്കുന്ന വായിച്ചിട്ടുള്ള ആളുകൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു തവണ ഷഹീദാകാനും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും വീണ്ടും ഷഹീദാകാനും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും വീണ്ടും ഷഹീദാകാനും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വരെ പറഞ്ഞു. അത്രമാത്രം വലിയ ഒരു പുണ്യത്തിന് അർഹനായ ഒരു മനുഷ്യനെ രണ്ടാം സ്ഥാനത്തേക്ക് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അയാളെക്കാൾ വലിയൊരു യോഗ്യത സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ, അയാൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ മാത്രം എന്ത് അത്ഭുതമാണ് ഇവിടെ പ്രവർത്തിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു നേരെ തിരിച്ചൊരു ചോദ്യമാണ് ചോദിച്ചത്. മിൻ അയ്യി ദാലിക തഅജബൂൻ. ഇതിനിപ്പോ എന്താ അത്ഭുതം? പ്രവാചകൻ തിരിച്ചു ചോദിക്കുകയാണ്, ഇതിനെന്താ ഇത്ര അത്ഭുതം? നിങ്ങൾ ഇങ്ങനെ അത്ഭുതാപരായി എന്റെ അടുത്ത് വന്ന് ഇത് പറയാൻ മാത്രം എന്താ ഉള്ളത്? ഇത്ര ആശ്ചര്യപ്പെടാൻ എന്താ ഉള്ളത്? അപ്പോ അവർക്ക് സംശയമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തിരുത്തി കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. ഈ ആദ്യം ഷഹീദായ മനുഷ്യനേക്കാൾ രണ്ടാമത് ജീവിച്ച ഈ മനുഷ്യൻ ഇയാളെക്കാൾ ഒരു കൊല്ലം കൂടുതൽ ജീവിച്ചില്ല. ഒരു കൊല്ലം അല്ലാഹു അയാൾക്ക് ആയുസ് കൊടുത്തില്ല. ആ ചോദ്യത്തിൽ തന്നെ എനിക്കും നിങ്ങൾക്കും ഒരുപാട് പാഠങ്ങൾ പഠിക്കാം. ഒരു വർഷം അയാൾക്ക് ആയുസ് നീട്ടിക്കൊടുത്തില്ലേ എന്ന് അല്ലാഹു റസൂൽ ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ എത്ര സമയമോ ആയിക്കൊള്ളട്ടെ, നമുക്ക് അല്ലാഹു ഇങ്ങനെ നീട്ടി തന്നു എങ്കിൽ എപ്പോഴാണ് മരണം കടന്നു വരുന്നു എന്നറിയാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ നിമിഷം ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ, നമുക്കൊരു റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, നമുക്ക് ഈ റമദാനിൽ ഒന്നാമത്തെ നോമ്പെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതങ്ങനെ എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല എന്ന വലിയ പാഠം. റമദാൻ 1 എന്ന നോമ്പെടുക്കുക നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയെങ്കിൽ അതിന്റെ പേരിൽ ഒരുപാട് ബാധ്യതകൾ ഈ നോമ്പെടുക്കുന്ന റമദാനിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നമുക്ക് ഉണ്ട് എന്ന പാഠം. സ്വഹാബിമാർ പറഞ്ഞു, ബലാ യാ റസൂലുള്ളാഹി, അതെ, ഒരു വർഷം കൂടുതൽ ജീവിച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ എണ്ണി. അതിൽ ഒന്നാമത് എണ്ണിയത് വഅദറക റമദാന ഫസാമ. ആ ഒരു വർഷത്തിനിടയിൽ അയാൾക്ക് ഒരു റമദാൻ ലഭിക്കുകയും ആ റമദാനിൽ നോമ്പെടുക്കുകയും ചെയ്തില്ലേ? ബലാ യാ റസൂലുള്ളാഹി, അതെ, അയാൾക്ക് ഒരു റമദാൻ കിട്ടി പ്രവാചകരെ, അതിൽ അയാൾ നോമ്പെടുക്കുകയും ചെയ്തു. പിന്നെയും പ്രവാചകൻ പറഞ്ഞു, വസല്ലാ കദാ വകദാ സജ്ദതൻ. അയാൾക്ക് ഇന്ന ഇത്ര റക്അത്ത് നിസ്കാരങ്ങളൊക്കെ അയാൾ ഈ ഒരു വർഷത്തിനിടയിൽ നിർവഹിച്ചില്ലേ? അതേ, പ്രവാചകൻ അദ്ദേഹം നിർവഹിച്ചു. ഇത്രയെത്ര നന്മകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു കൊടുത്തില്ലേ? ഒരു റമദാൻ കിട്ടി, ഒരുപാട് നിസ്കാരങ്ങൾ കിട്ടി, ഒരുപാട് നന്മകളിൽ ഏർപ്പെടാൻ കഴിഞ്ഞു, ഇത്ര നാൾ ആയുസ് കിട്ടി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ആദ്യം ചോദിച്ച ചോദ്യം, എന്തിനാ ഇത്ര അത്ഭുതപ്പെടുന്നത്? ഫലമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. ഈ രണ്ടാളുകൾ തമ്മിൽ നിങ്ങൾ കരുതുന്നത് പോലെയല്ല, ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കാൾ ഏറെയുണ്ട് ഈ രണ്ടാളുകൾ തമ്മിൽ. അല്ലാഹു ഒരാൾക്ക് നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകുകയും ഒരു നിമിഷം ഈ ഭൗതിക ലോകത്ത് നാളെ പാരത്രിക ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്താൽ, അത് ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നാളെ പരലോകത്തിലെ സ്ഥാനമാനങ്ങൾ മാറി മറിയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലായിരിക്കും എന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ വിഷയം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ചാണ്. വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ഒരു
മുസ്ലിമിന്റെ എന്നല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അവന്റെ ജീവിതത്തെ നിർണയിക്കുന്ന മുന്നോട്ട് നയിക്കുന്ന ഒരു മുദ്രാവാക്യം എന്ന നിലക്കാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പ്രയോഗിച്ചിട്ടുള്ളത്. ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ള സാരവും ആശയവും ഒരു മനുഷ്യരിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യരെന്നല്ല ആ മനുഷ്യ സമൂഹം തന്നെ പൂർണ്ണമായും നാശത്തിലേക്ക് പോവുകയാണ് ചെയ്യുക. ഈ ആയത്തിന്റെ സാരം നമുക്ക് നോക്കാം. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. പരലോകമാണ്, നാളത്തെ മരണാനന്തര ജീവിതമാണ്, ആഖിറമാണ്, ഖൈറുൻ ഏറ്റവും ഉത്തമം, വഅബ്ഖാ എന്നും നിലനിൽക്കുന്നത്. ഈ ആയത്തിന്റെ തൊട്ട് മുമ്പും പിൻപുമുള്ള ആയത്തുകൾ കൂടി നമ്മളൊന്ന് പരിശോധിച്ചു നോക്കാം. സൂറത്തുൽ അഅല നമ്മളെല്ലാ ജുമുഅയിലും കേൾക്കുന്നതാണ്. വിത്ർ നമസ്കാരങ്ങളിൽ പാരായണം ചെയ്ത് സുന്നത്തുള്ളതാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല തുടങ്ങുന്ന സൂറത്ത് നമുക്ക് എല്ലാവർക്കും ഈ ആയത്തുകൾ മനപ്പാഠമില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്മാർക്ക് മുഴുവൻ നൽകിയ ഒരു പ്രബോധനമായി, ഒരു ദൗത്യമായി, അവന്റെ മനസ്സിൽ ഒരിക്കലും കളഞ്ഞു കുടിക്കാൻ പാടില്ലാത്ത ഒരു ആദർശമായി പഠിപ്പിച്ച ആശയം കൂടിയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു പറയുന്നത്. അല്ലാഹു ഇതിന്റെ തൊട്ടുമുമ്പ് ആയത്തിൽ പറഞ്ഞു, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. എന്നാൽ നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത്, നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത്, പ്രാമുഖ്യം കൊടുക്കുന്നത് ദുനിയാവിലെ ജീവിതത്തിനാണ്. അൽ ഹയാത്തദ് ദുനിയ. പക്ഷേ ശരിയായ കാര്യം എന്താണ്? എന്ന പരലോകമാണ് ഏറ്റവും ഉത്തമവും ഏറ്റവും എന്നും നിലനിൽക്കുന്നതും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിം ഉമ്മത്തിനോ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് വിശുദ്ധ ഖുർആനിൽ മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ, മുസ്ലിങ്ങൾക്ക് മാത്രം നൽകിയ ഒരു ഉപദേശമൊന്നുമല്ല. മുസ്ലിങ്ങളെ ഞാൻ ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് മാത്രം നൽകിയ ഒന്നുമല്ല. ഇതൊരു മാനവരാശി മുഴുവൻ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇതിൽ നിന്നാണ് ഇന്നത്തെ ലോകം, ഇന്നത്തെ ആധുനിക ലോകം മനുഷ്യന്റെ ചിന്തയെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജീവിതം ഒന്നേയുള്ളൂ എന്നും നാളെ പരലോകമൊന്നില്ല എന്നും അതൊക്കെയും ചില ആളുകളുടെ ഭാവനകൾ മാത്രമാണ് എന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച ദൈവത്തെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നാളെ വീണ്ടും മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുക, ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് സാധ്യമല്ല എന്നുമൊക്കെയാണ് അവരുടെ വ്യക്തിത്വം കൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്ത് സംഭവിക്കുന്ന ഓരോ ചെറിയ നന്മകൾക്കും തിന്മകൾക്കും അതിന്റെ പ്രതിഫലം നൽകപ്പെടുന്ന ഓരോ അന്യായങ്ങൾക്കും ഓരോ ചെറിയ അനീതികൾക്കും വരെ അതിന്റെ കൃത്യമായ പരിഹാരം, നീതി നടപ്പാക്കപ്പെടുന്ന ഒരു ലോകമുണ്ട്, ഒരു ആഖിറമുണ്ട് എന്നത് നിഷേധിക്കാൻ ഇന്ന് ആളുകൾ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ ഒരൊറ്റ ബോധം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഒരൊറ്റ ചിന്ത മനുഷ്യനിൽ നിന്ന് ഒന്ന് പിഴപ്പിക്കാൻ ആളുകൾക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകം എങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ മതി. ഈ ലോകത്ത് നിന്ന് CCTVകളും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ നിയമങ്ങളും ഒക്കെ ഉപയോഗിച്ചുള്ള ആളുകളെ പല രൂപത്തിൽ എന്ത് ചെയ്യുന്നത്, തടയുന്നത്, പല തിന്മകളിൽ നിന്നും പല കുറ്റകൃത്യങ്ങൾ ലോകത്തുണ്ടാകുന്ന ആളുകൾ തടയുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമുണ്ട് എങ്കിൽ നമ്മൾ വഴിയിലൂടെ നടന്നു പോകുന്നു, ഒരു പേഴ്സ് തറയിൽ വീണ് കിടക്കുന്നു, അതിൽ കുറെ പൈസയുണ്ട്, ചുറ്റുവട്ടത്തൊന്നും കടകളോ അല്ലെങ്കിൽ CCTV ഉള്ള കടകളോ മറ്റു സംഗതികളൊന്നുമില്ല, ആരും കാണുന്നില്ല. അതൊരു മനുഷ്യനെ എടുക്കണോ എടുക്കണ്ടയോ എന്ന് ചിന്തിക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കെമിസ്റ്റ് രസതന്ത്രം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലുള്ള ആശയമാണ്. ഈ പറഞ്ഞ വിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് എടുക്കുന്നതുകൊണ്ട് എന്ത് പ്രശ്നമാണുള്ളത്? ഒരാളും ആരും കാണാത്തൊരു രൂപത്തിൽ, ഒരു തെളിവും അവശേഷിപ്പിക്കാത്ത രൂപത്തിൽ തന്റെ സാമ്പത്തികമോ സാമൂഹികമായ സ്ഥാനമാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ ഒരാൾ കൊന്നു, ആരും പിടിക്കാനില്ല. വലിയ വലിയ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വരെ കൈക്കൂലി കൊടുത്ത് അതിനെ സ്വാധീനിക്കാനുള്ള ശേഷി അയാൾക്കുണ്ട്. അയാൾക്കത് ചെയ്യുന്നത് ഈ വിശ്വാസമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നമാണുള്ളത്? അയാൾക്കത് ചെയ്യാം. അയാൾക്ക് നാളെ ഇതിന് സമാധാനം പറയേണ്ടി വരും എന്നൊരു ചിന്തയില്ല. ഈ ലോകം മുഴുവൻ നശിക്കാൻ ഈ ഒരൊറ്റ ചിന്ത മതി. ഈ പറഞ്ഞ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചിന്ത ആളുകൾക്ക് ഇല്ലാതിരുന്നാൽ മതി. ഇതിന് വിരുദ്ധമായ ചിന്ത ആളുകൾക്ക് ഉണ്ടായാൽ മതി. ഇന്ന് ചെറിയ ചെറിയ കുട്ടികളെ പോലും, കുട്ടികളുടെ ടീഷർട്ടുകൾ എഴുതി വെക്കുന്ന വാചകങ്ങളിലൂടെ പോലും, പരസ്യങ്ങളിലൂടെ പോലും, ഒരുപക്ഷെ സമൂഹത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഇൻഫ്ലുവൻസർമാരുടെ വീഡിയോകളിലൂടെ പോലും ഒരു നീണ്ട യാത്രാ വിവരണത്തിന്റെ വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വ്ലോഗ് ആയിരിക്കാം. പക്ഷെ ഇടയ്ക്ക് ഈ പറഞ്ഞ ചിന്തയെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് പറയും
ഈ ജീവിതം ഒന്നല്ലേ ഉള്ളൂ, അത് ആസ്വദിക്കാനുള്ളത്. നമ്മളോട് എന്തും ചെയ്യാം, ആരോടും സമാധാനം പറയേണ്ടതില്ല, ആരോടും ഉത്തരവാദിത്തങ്ങളില്ല. ഈ ലോകത്ത് ചെയ്യുന്നതിൽ ഒരു ആളെയും നമ്മൾ ഭയക്കേണ്ടതില്ല. അങ്ങനെ വരുമ്പോ മാതാപിതാക്കൾക്ക് പ്രസക്തി ഉണ്ടാവില്ല, അധ്യാപകർക്ക് പ്രസക്തി ഉണ്ടാവില്ല, സമൂഹത്തിലെ നിയമങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല, ദൈവികമായ നിയമങ്ങൾക്കോ ധാർമ്മികമായ മൂല്യങ്ങൾക്കോ ഒരു പ്രസക്തി ആളുകൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഉപ്പയെ ഉപ്പ എന്ന് വിളിക്കുന്നതിലോ ഉപ്പയെ ബഹുമാനിക്കുന്നതിലോ ബഹുമാനിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഉപ്പ കുറച്ചു നേരം നമ്മളെ വെറുത്തു, ആരോടും നമ്മൾ സമാധാനം പറയേണ്ടതില്ലല്ലോ. ഉമ്മ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ, ശരിയായ രൂപത്തിൽ ധാർമ്മികമായ മൂല്യങ്ങൾ പിൻപറ്റി ജീവിച്ചില്ല എങ്കിൽ ലോകത്ത് നന്മ ചെയ്യുന്നു. എന്തിനാ നന്മ ചെയ്യുന്നത്? നന്മ ചെയ്യുന്നതിലൊരു ഗുണവും അങ്ങനെ വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചോളം ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് ലോകത്ത് നല്ല രൂപത്തിൽ ജീവിക്കുന്നത്? നല്ല സ്വഭാവത്തിന് ആളുകളോട് പെരുമാറുന്നത് എന്തിനാ? ഒരു ചെറിയ നന്മയും ഒരു ചെറിയ തിന്മയും ഒന്നിനും വിലയില്ലാത്തൊരു ലോകം, ഇതൊന്നും ആളുകൾ പരിഗണിക്കാത്ത സർവ്വ സ്വാതന്ത്ര്യത്തിന്റെ ഒരതിരും അരുതുമില്ലാത്തൊരു ലോകം ഉണ്ടാവുകയായിരിക്കും ഫലം. അത് ഈ ലോകത്തെ മനുഷ്യനെ എന്നല്ല ഈ ലോകം മുഴുവൻ നശിക്കാനുള്ള കാരണമാകും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അവിടെയാണ് ഇസ്ലാം പറഞ്ഞത് പരലോകത്തെ കുറിച്ചുള്ള ബോധം വേണം. ഈ ലോകത്ത് മനുഷ്യർ ഈ ലോകത്തിനാണ്, ഈ ലോകത്തിലെ ജീവിതത്തിനാണ് പ്രാമുഖ്യം കൊടുക്കുന്നതെങ്കിലും നാളെ പരലോകത്തെ കുറിച്ചുള്ള ചിന്തയില്ല എങ്കിൽ, നാളെ ഇതിനൊക്കെയും സമാധാനം പറയേണ്ടി വരുന്ന ഇതിനേക്കാൾ ഉത്തമമായ ഒരു ലോകത്തെ കുറിച്ചുള്ള ബോധ്യമില്ല എങ്കിൽ മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക തന്നെയില്ല. അത് സമൂല പരാജയത്തെ ആയിരിക്കും അത് വകവെക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു ശേഷം പറഞ്ഞു, ഇത് ഖുർആനിൽ അല്ലാഹു ആദ്യം പറയുന്ന, ഖുർആനിൽ അല്ലാഹു ആദ്യമായി എടുത്തു പുതുതായി അവതരിപ്പിച്ചൊരു സങ്കല്പമോ പുതിയൊരാശയമോ ഒന്നല്ല. ഇത് മനുഷ്യരാശിയുടെ പുരാതന കാലം മുതൽക്കുള്ള പൂർവ്വകാല പ്രവാചകന്മാരുടെ സുഹുഫുകളിൽ, ഏടുകളിലൊക്കെ ഇതുണ്ട്. ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ, ഇതൊക്കെയും ആദ്യകാല സുഹുഫുകളിൽ അടക്കമുണ്ട്. സുഹുഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിമിന്റെയും മൂസയുടെയും അലൈഹിമ സ്വലാത്തു വസ്സലാം അവരുടെയൊക്കെ ഏടുകളിൽ ഈ പറഞ്ഞ ആശയം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും അല്ലാഹു ഇത് ആവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യർ ഈ ചിന്ത നഷ്ടപ്പെടുകയും പരലോക ചിന്ത നഷ്ടപ്പെടുകയും ആഖിറമാണ് മനുഷ്യന്റെ ആത്യന്തികമായ വാസസ്ഥലം എന്ന ചിന്ത നഷ്ടപ്പെടുകയും ചെയ്താൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് മുൻകാല വേദങ്ങളിലും വിശുദ്ധ ഖുർആൻ ഏതായാലും ഒരുപാട് തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ നമ്മുടെ ഒരു വാർത്തകൾ വായിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പരിതപിക്കുന്ന ആളുകൾ ഏതൊരു പല നാടുകളിലും, ഫലസ്തീനിലും അതുപോലെ തന്നെ ഇന്ത്യയിലും റോഹിംഗ്യയിലും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിം സമൂഹത്തിന് നേരെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന ചിന്ത ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആർക്കും എവിടെയും തട്ടിക്കളിക്കാവുന്ന, കുതിര കയറാവുന്ന ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറുന്നു. ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത, വരുന്നവരും പോകുന്നവരും ഒക്കെ എല്ലാ വിധത്തിലുള്ള ആരോപണങ്ങളും എഴുതുവിടുന്ന ഒരു സമൂഹമായി മുസ്ലിം സമൂഹം മാറുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിച്ച ഹദീസ് സ്വഹീഹായ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയുണ്ടായി, യൂഷികു ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അകലതു ഇലാ അസ്അതിഹാ. ചുറ്റും കൂടിയിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ യാതൊരു മടിയുമില്ലാതെ ആ ഭക്ഷണത്തലയിലേക്ക് ആളുകളുടെ കൈകൾ ഇങ്ങനെ നീണ്ടുവരുന്നത് പോലെ ലോകത്തുള്ള ബാക്കിയുള്ള സമൂഹങ്ങളും മുസ്ലിങ്ങളുടെ ശത്രുക്കളും, അതായത് വരുന്നവരും പോകുന്നവരും ഒക്കെ മുസ്ലിം സമൂഹത്തിന് മേൽ കുതിര കയറുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം, ഒരു കാലഘട്ടം ഉണ്ടാകും. അപ്പൊ സ്വഹാബിമാര് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അന്ന് നമ്മള് ആൾബലം കൊണ്ട് കുറഞ്ഞ ആളുകൾ ആയിരിക്കും എന്നതുകൊണ്ടാണോ ഇങ്ങനെ വരുന്നവരും പോകുന്നവരൊക്കെ നമ്മുടെ മേൽ ഇങ്ങനെ കുതിര കയറുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? എല്ലാവരും നമ്മുടെ മേലെ ആരോപണം ഉന്നയിക്കുന്നത്, നമ്മളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മളെന്ന് എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടായിരിക്കും? അല്ല, അന്ന് നിങ്ങൾ എണ്ണത്തിൽ കുറവൊന്നുമായിരിക്കും, അന്ന് നിങ്ങൾ എണ്ണത്തിൽ കൂടുതൽ തന്നെ ആൾബലം കൊണ്ടോ. മുസ്ലിം സമൂഹം ഇന്ന് ലോകത്തിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതമായി നിലനിൽക്കുന്ന മതം കൂടിയാണ്. ഇന്ന് ലോകത്തിൽ ജനസംഖ്യ അടിസ്ഥാനത്തിൽ മുസ്ലിം സമൂഹം എന്നുള്ളത് ഇന്ത്യയിലായാലും ലോകത്ത് മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള, എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വലിപ്പമുള്ള, കോടിക്കണക്കിന് ജനസംഖ്യയുള്ള ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നിങ്ങൾ ഒരുപാട് പേരുണ്ടാവും. പക്ഷേ നിങ്ങളുടെ ആൾബലം, ഒരുപാട് ക്വാണ്ടിറ്റി നിങ്ങൾ ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. വലാകിന്നകും ഗുസാഉൻ കഗുസാഇസ് സൈൽ.
മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന ചപ്പുചവറുകളെ പോലെയായിരിക്കും. ആർക്കും ഉപകാരമില്ലാത്ത, ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത, ഒരു ആദർശ ബോധവും ഇല്ലാത്ത, ജീവിതത്തിൽ ഒരു തത്വദീക്ഷയും ഇല്ലാത്ത, ഇസ്ലാമിക മൂല്യങ്ങളെ കുറിച്ച് അറിവില്ലാത്ത, ഇസ്ലാമിക മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രകടമാക്കാത്ത, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാത്ത അങ്ങനെ ഉള്ളൊരു സമൂഹമായിരിക്കും നിങ്ങൾ. ആർക്കും ഉപകാരമില്ലാത്ത ചപ്പുചവറുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലയൻസിഅന്നല്ലാഹു മിൻ സുദൂരി അദുവിക്കും അൽ മഹാബത മിൻകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിം സമൂഹം ഒരു പ്രദേശത്ത് ആ മുസ്ലിം സമൂഹം കാൽവെച്ചു എന്നറിഞ്ഞാൽ അന്നത്തെ ലോകത്തിലെ വൻ രാഷ്ട്രങ്ങളായ പേർഷ്യയാകട്ടെ, ബൈസന്റൈൻ സാമ്രാജ്യമാകട്ടെ, അവരുടെ രാജാക്കന്മാർ പേടിച്ചിരുന്നത് പോലെ പിൽക്കാലത്ത് ഈ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കളിൽ നിന്ന്, മുസ്ലിങ്ങളുടെ എതിരാളികളിൽ നിന്ന് മുസ്ലിങ്ങളെ കുറിച്ചുള്ള പേടിയും ഭയമൊക്കെ എടുത്തു കളയും. അതിന് പകരം മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൗർബല്യം നിക്ഷേപിക്കും. ഒരു ദൗർബല്യം അന്നത്തെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകും. നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഭയപ്പെടേണ്ട ഒരു ദൗർബല്യം തന്നെയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബയെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, യാ റസൂലല്ലാഹ് വമൽ വഹൽ, ആ ദൗർബല്യം എന്താണ് പ്രവാചക? എന്താണ് ആ മുസ്ലിം സമൂഹത്തിൽ ബാധിക്കുന്ന ദൗർബല്യം? അവരുടെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന, ഇത്രയേറെ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടും അവരുടെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തിയ ആ ദൗർബല്യം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. ഒന്നാമത് നാം ഈ നേരത്തെ പറഞ്ഞ സൂറത്തുൽ അഅലയിലെ ആയത്തിന് നേർവിപരീതമായ ആശയം മനുഷ്യരുടെ ഹൃദയത്തിലുണ്ടാവും. ദുനിയാവിനോടുള്ള അമിതമായ ഭ്രമം, ആഖിറത്തോടുള്ള ചിന്തയില്ലായ്മ, വകറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള വെറുപ്പ് എന്ന് ഈ രണ്ടു കാര്യങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി. ദുനിയാവിനെ സ്നേഹിക്കുന്നത് പോലെ, വാസ്തവത്തിൽ ഇന്നത്തെ ലോകത്തെ ആളുകൾ ദുനിയാവിനെ സ്നേഹിക്കുന്നത് പോലെ ദീനിനെ സ്നേഹിച്ചാൽ, പരലോകത്തെ സ്നേഹിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പല പ്രശ്നങ്ങളും എന്ന് നമുക്ക് ഈ ഒരു വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയും. ഒരു പക്ഷേ ഇന്നത്തെ ആളുകൾ, ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹം ദുനിയാവിനെ സ്നേഹിക്കുന്നത് പോലെ നമ്മൾ ദീനിനെ സ്നേഹിച്ചിരുന്നു എങ്കിൽ, നമ്മുടെ കയ്യിലുള്ള ഓരോ വസ്തുവകകളെയും സ്നേഹിക്കുന്നത് പോലെ നമ്മൾ ആഖിറത്തെ സ്നേഹിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ക്വാളിറ്റി നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ഈ ഹദീസിനെ വെളിച്ചത്തിൽ ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയും. നമ്മൾ എല്ലാ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇങ്ങനെ ഒരു മുൻഗണനകളുടെ ലിസ്റ്റ് അനുസരിച്ചാണല്ലോ നമ്മൾ മനസ്സിലാക്കാറുള്ളത്. അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ മനസ്സിൽ ആളുകളെയും വസ്തുക്കളെയും ഒക്കെ നമ്മൾ ചില മുൻഗണനകൾ നൽകി തിരിച്ചു വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞതുപോലെ ദുനിയാവിലെ ജീവിതത്തിനാണ് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നത്, പ്രാമുഖ്യം കൊടുക്കുന്നത്, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളെയും നമ്മൾ മുൻഗണന കൊടുത്ത് മനസ്സിലാക്കാറുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയുള്ള പല ലിസ്റ്റുകളുണ്ട്. നമ്മുടെ ആളുകളെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കാറുള്ളത്. വ്യക്തികളെ നമ്മുടെ ആ മുൻഗണനയുടെ ലിസ്റ്റിൽ, അതായത് എഴുതി വെച്ച ലിസ്റ്റൊന്നും അല്ല, നമ്മുടെ മനസ്സിലുള്ളതാണ്. ആ മുൻഗണനയുടെ ലിസ്റ്റിൽ ഒന്നാമതായി നമ്മുടെ മനസ്സിലുള്ള ആ ലിസ്റ്റിൽ ഒന്നാമതായുള്ള വ്യക്തി വരുമ്പോഴുള്ള പരിഗണനയും സ്നേഹവും ഒന്നും ആയിരിക്കില്ല ആ ലിസ്റ്റിൽ അവസാനത്തെ ആൾ വരുമ്പോൾ. വസ്തുക്കളും അങ്ങനെ തന്നെയാണ്. എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ പണം കൊടുത്ത് വാങ്ങിയ ഒരു പേന അതിങ്ങനെ വെള്ളത്തിൽ വീഴാൻ പോകുമ്പോ എന്റെ റിയാക്ഷനും, എന്റെ അതേ പോക്കറ്റിലുള്ള ഞാൻ പണം കൊടുത്ത് വാങ്ങിയ എന്റെ മൊബൈൽ ഫോൺ വെള്ളത്തിൽ വീഴാൻ പോകുമ്പോൾ എന്റെ റിയാക്ഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ചില മുൻഗണനകളുണ്ട്, ചില ലിസ്റ്റുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെ സൂക്ഷിക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ പരലോകം എന്നത് ഒന്നാമതായി വരുന്നില്ല എങ്കിൽ, അല്ലാഹു, പ്രവാചകൻ, ദീനും എന്നതൊക്കെ ഒന്നാമതായി വരുന്നില്ല എങ്കിൽ നമ്മുടെ ആ മുൻഗണനകളുടെ ലിസ്റ്റിൽ തെറ്റായ ലിസ്റ്റാണ്. അതിന്റെ ആ ക്രമം ശരിയല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. റമദാൻ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമായി നമ്മുടെ ആ ലിസ്റ്റിനെ ഒന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ആ ലിസ്റ്റിനെ നമ്മളൊന്ന് പരിശോധിക്കണം. ജീവിതത്തിലെ എല്ലാ രംഗത്തും ആ ലിസ്റ്റ് എല്ലാ രംഗത്തും ഉണ്ട്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലും, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലും, നമ്മുടെ ജോലിയിലും, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലും ഒക്കെ ആ ലിസ്റ്റ്. നമ്മൾ ആരുമായി ഇടപെടുന്നു എന്നിട്ട് ആ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നാളെ റബ്ബിന്റെ പരലോകത്തിൽ ഉപകാരപ്പെടുന്ന, റബ്ബിന്റെ മുമ്പിൽ എനിക്ക് സമാധാനത്തോടെ ഒരു ഉത്തരം പറയാൻ കഴിയുന്ന, നാളെ പരലോകത്തെ റബ്ബിന്റെ മുമ്പിൽ എനിക്ക് സുഗമമായി വിചാരണ നേരിടാൻ കഴിയുന്ന രൂപത്തിലാണോ ആ ലിസ്റ്റ് എന്നത് പരിശോധിക്കുക എന്നത് റമദാൻ എന്ന മാസം കൂടി നമ്മളെ ഏറ്റവും പ്രധാനമായി ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. സൂറത്തുൽ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻകാല വേദങ്ങളിൽ അല്ലാഹു പറഞ്ഞ സുഹുഫുകളിൽ പ്രവാചകന്മാർക്ക് നൽകിയ ഏടുകളിൽ അല്ലാഹു സൂചിപ്പിച്ച പല കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ പലയിടത്തായി സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ നജ്മിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്, അം ലം യുനബ്ബ ബിമാ
ബിമാ ഫീ സുഹുഫി മൂസ, മൂസായുടെ ഏടുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രവാചകനെ അവർ അറിയിക്കപ്പെട്ടിട്ടില്ലയോ? അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വ ഇബ്രാഹിം അല്ലദീ വഫ, തന്റെ എല്ലാ ദൗത്യവും വിജയകരമായി പൂർത്തിയാക്കിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഏടുകളിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നറിയില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറഞ്ഞു അല്ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ഒരാളുടെയും പാപഭാരം മറ്റൊരാളും ഏൽക്കുകയില്ല എന്നതാണ് ആ മുൻകാല ഏടുകളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പഠിപ്പിച്ച കാര്യം. വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യർക്കും സ്വയം അധ്വാനിച്ചത്, സ്വയം അവൻ സമ്പാദിച്ചത്, സ്വയം അവൻ പരിശ്രമിച്ചതല്ലാതെ നാളെ പരലോകത്ത് മറ്റൊന്നും ഉണ്ടാവുകയില്ല. വഅന്ന സഅയഹു സൗഫ യുറാ, എന്നല്ല അവൻ എന്തൊക്കെ സഅയ് ചെയ്തു, എന്തൊക്കെ അവൻ പരിശ്രമിച്ചു, അതൊക്കെയും നാളെ ആഖിറത്തിൽ നാളെ അവൻ കാണാനുള്ളതുമാണ്. അതിനനുസൃതമായിട്ടാണ് നാളെ അവന് പ്രതിഫലം നൽകപ്പെടുന്നതും. നാളെ മടങ്ങി ചെല്ലാനുള്ളത്, എല്ലാം കഴിഞ്ഞ് നാളെ അവസാനം ചെന്ന് ചേരാനുള്ളത് അല്ലാഹുവിലേക്കാണ്. ഓരോ മനുഷ്യന്റെയും മടക്കം റബ്ബിലേക്ക് തന്നെയാണ് എന്നതുമായി ഈ ആശയം, ഈ ബോധം ഇബ്രാഹിമിന്റെയും മൂസയുടെയും അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ അടക്കം ഏടുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂറത്തുൽ നജ്മിലൂടെ സൂചിപ്പിച്ചത്. ഈ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, പരലോകമാണ് ഉത്തമം എന്ന ബോധമില്ലായ്മ ഉണ്ടായി കഴിഞ്ഞാൽ, ബോധം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഈ നോമ്പെടുക്കുന്നതും, ഈ നോമ്പിൽ നമുക്ക് വേണമെങ്കിൽ നോമ്പിന്റെ പ്രത്യേകത നമുക്കറിയാലോ. നമ്മൾ നോമ്പെടുത്തിരിക്കുന്നു എന്നത് നമ്മൾ പറയാതെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയാതെ ഒരാൾക്ക് ബോധ്യമാകില്ല ഞാനിപ്പോ നോമ്പിലാണോ അല്ലയോ എന്നുള്ളത്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ആരും കാണാതെ എന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടി എനിക്ക് ഒളിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് കുടിക്കാമായിരുന്നു. ഒതു എടുക്കുമ്പോൾ ആ വായിൽ വെള്ളം കയറ്റുമ്പോൾ എനിക്ക് വേണമെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഒരു ഇറക്കാമായിരുന്നു. പക്ഷെ അത് ഞാനത് ഇറക്കാത്തത്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യാത്തത്, നാളെ ഈ നോമ്പ് എന്ന് പറയുന്നത് ദുനിയാവിൽ ഈ ആളുകൾ CCTV അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത് പോലെ അല്ലാഹു നിരീക്ഷിക്കുന്ന ഒന്നല്ല എന്ന ബോധ്യം ഉള്ളത് കൊണ്ടാണ്. ഈ പറഞ്ഞ ഭൗതികമായ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഒഴിവ് കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് നാളെ പരലോകത്ത് അതൊന്നും നേരിടാൻ കഴിയില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം ഇല്ല എങ്കിൽ ഒരാൾക്ക് നോമ്പ് പുറത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം നോമ്പ് ഉണ്ട് എന്ന് അഭിനയിച്ചാൽ മതി. മറ്റുള്ളവരുടെ മുമ്പിൽ മാത്രം ഇസ്ലാമികമായി ജീവിക്കുന്നു, നിസ്കരിക്കുന്നു എന്ന്, നോമ്പെടുക്കുന്നു എന്ന് മറ്റുള്ള മുമ്പിൽ അഭിനയിച്ചാൽ മാത്രം മതി. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നാം കാണുന്ന, അല്ലെങ്കിൽ നാം പുറത്ത് കാണുന്ന പല മാനദണ്ഡങ്ങളും അളവുകോലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഖിറത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളെ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആഖിറത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ദുനിയാവിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയില്ല. ആഖിറത്തിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളെ അങ്ങനെ ദുനിയാവ് കൊണ്ട് നമുക്ക് അളന്നെടുക്കാനേ കഴിയില്ല. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ സഹൽ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരു മനുഷ്യൻ പ്രവാചകന്റെ മുമ്പിലൂടെ കടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് കുറെ ആളുകളുണ്ട്, സ്വഹാബിമാരുണ്ട്. അപ്പോ അവരിൽപ്പെട്ട ഒരു സ്വഹാബി പറഞ്ഞു, റജുലുൻ മിൻ അശ്റാഫിൻ നാസ്, ഈ പോയ ആൾ സമൂഹത്തിൽ ഉന്നതനായ ഒരു വ്യക്തിയാണ്, സ്ഥാനമാനങ്ങളുള്ള സമൂഹത്തിൽ സ്വാധീന ശേഷിയുള്ള ഒരാളാണ് ഈ കടന്നുപോയത്. ഹദാ വല്ലാഹി ഹരിയുൻ ഇൻ ഖതബ അൻ യുൻകഹ, ഇയാളെങ്ങാനും പോയി ഒരാളോട് വിവാഹാലോചന നടത്തിയാൽ ആരായാലും ഇയാൾക്ക് പെണ്ണു കൊടുക്കും, കെട്ടിച്ചു കൊടുക്കും. അത്രമാത്രം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഇയാളൊന്നും ഓരോന്ന് റെക്കമെൻഡ് ചെയ്താൽ മതി, ആളുകൾ അതൊക്കെ സ്വീകരിക്കും. കാരണം ഇയാൾക്ക് അത്രമാത്രം സ്വാധീനം സമൂഹത്തിലുണ്ട്. അയാൾ ഒരു വലിയ മനുഷ്യനാണ്. ഒന്നും മിണ്ടിയില്ല. ഈ പറഞ്ഞത് പ്രവാചകൻ കേൾക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു മനുഷ്യൻ പ്രവാചകന്റെ ഈ സദസ്സിന് മുന്നിലൂടെ കടന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അങ്ങോട്ട് സ്വഹാബിമാരോട് ചോദിച്ചു, നേരത്തെ ഒരു മനുഷ്യൻ കടന്നുപോയപ്പോ ഒരാളും ഒന്നും ചോദിക്കാതെ ഒരാളെ കുറിച്ച്, ഒരു വലിയ സമൂഹത്തിൽ ഉന്നതമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ഉന്നത കുലീനനായ ഒരു വ്യക്തിയെ കുറിച്ച് ഇല്ലെന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഈ കടന്നുപോയ ഈ ആളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അവർ തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ റജുലുൻ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, പ്രവാചകൻ ഇയാൾ ഒരു ഫഖീറാണ്, മുസ്ലിങ്ങളുടെ പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. ഹാദാ ഹരിയുൻ ഇൻ ഖതബ അല്ലാ യുൻകഹ, ഇയാൾ ഒരു സ്ഥലത്ത് പോയി പെണ്ണ് ചോദിച്ച ഒരാൾ
റുപ്യ കൊടുക്കാൻ പോകുന്നില്ല. ഇയാൾ എന്തെങ്കിലും ആരോടെങ്കിലും റെക്കമെൻഡ് ചെയ്താൽ ഇയാളുടെ ഒരു വാക്കിന് സമൂഹത്തിൽ ഒരു നിലയും വിലയുമില്ല. ഇയാൾ അങ്ങനെയൊന്നും സ്വാധീനമില്ലാത്ത ഒരു ആർക്കും അങ്ങനെ വേണ്ടാത്തൊരു മനുഷ്യനാണ്. അതിൽ പറഞ്ഞാൽ പോലും ആളുകൾ ഇയാളുടെ വാക്കിന് ചെവി കൊടുക്കില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇയാൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു പറഞ്ഞു, ഹാദാ ഖൈറുൻ മിൻ മിൽഇൽ അർളി മിസ്ലി ഹാദാ. നേരത്തെ നിങ്ങൾ പറഞ്ഞ, ഞാൻ ഒന്നും ചോദിക്കാതെ നിങ്ങൾ വലിയ ഗുണഗണങ്ങളൊക്കെ എണ്ണി പറഞ്ഞ, നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ദുനിയാവിൽ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ സ്ഥാനമാനങ്ങളും വലിയ അധികാരവും സ്വാധീനശേഷിയും ജനങ്ങൾക്കിടയിൽ നിലയും വിലയും ഒക്കെയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഈ ഭൂമി നിറച്ച ആളുകളുണ്ടായിരുന്നു. ഈ ഭൂമി മുഴുവൻ അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞാലും ഈ രണ്ടാമത് കടന്നു പോയ ഒരാൾക്ക് തുല്യമാവില്ല. അത് മനുഷ്യന്റെ ഉള്ളു പരിഗണിച്ചിട്ടാണ്, മനുഷ്യന്റെ ബോധത്തെ പരിഗണിച്ചിട്ടാണ്, മനുഷ്യന്റെ ആദർശത്തെ പരിഗണിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സൂചിപ്പിച്ചത്. അങ്ങനെ നിരവധി സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആഖിറത്തിന് മുൻഗണന കൊടുക്കുന്ന, പരലോകത്തിന് മുൻഗണന കൊടുക്കുന്ന, അത് ആ ബോധമുള്ളിൽ സൂക്ഷിക്കുന്ന, ആ ബോധ്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് കൊണ്ട് നമുക്ക് അവരെ അളക്കാൻ കഴിയില്ല. ദുനിയാവിലെ ഏതെങ്കിലും അളവുകോലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, മനുഷ്യന് എത്രയൊക്കെ പറഞ്ഞാലും ദുനിയാവിലാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യൻ ദുനിയാവിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് മനുഷ്യന് ദുനിയാവിയായ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരും. അതിനെ ഇസ്ലാം ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നുമല്ല, ദുനിയാവിലെ കാര്യങ്ങൾ പോലും ആഖിറുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ദുനിയാവിനെ പൂർണ്ണമായി ഒഴിവാക്കി, ദുനിയാവി ചിന്തകളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കി, അങ്ങനെ പൂർണ്ണമായ ഒരു സന്യാസിയെ പോലെ ദുനിയാവിലുള്ള കാര്യങ്ങളെയും അതിലുള്ള ബാധ്യതകളെയും ഉത്തരവാദിത്തങ്ങളെയും ഒന്നും പരിഗണിക്കാതെ എവിടെയോ ഏതോ ഒരു ആശ്രമത്തിൽ ജീവിക്കുന്ന സന്യാസികളായി തീരാൻ പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യന്റെ ദൈനംദിന ജീവിതം പോലും, മനുഷ്യന്റെ എല്ലാ രംഗത്തുള്ള ഇടപെടലുകൾ പോലും നല്ല നീയത്തോടുകൂടി ആഖിറത്തിലേക്കുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങളാക്കി മാറ്റാനാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ഉറക്കവും ഭക്ഷണവും, ഒരു മനുഷ്യന്റെ കളിചിരികളും തമാശകളും, ഒരു മനുഷ്യന്റെ ഇണചേരലും, ഒരു മനുഷ്യന്റെ കുടുംബ ജീവിതവും ദാമ്പത്യവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാളെ അതിനൊക്കെ പ്രതിഫലം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഖിറുമായി ബന്ധപ്പെട്ട് ചിന്തിക്കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ സാരാംശം അതുപോലെ തന്നെ അതേപോലെ ഉൾക്കൊള്ളാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളെയും അങ്ങനെ ചിന്തിക്കാൻ കഴിയും. നമുക്ക് അങ്ങനെ ഒരു ചിന്താ രീതി രൂപപ്പെടുത്തി കേൾക്കാൻ കഴിയും. പലപ്പോഴും അത് നമുക്ക് കഴിയാത്തൊരു സംഗതി കൂടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്റെ ഭാര്യമാരെയും അതുപോലെ തന്നെ സ്വഹാബിമാരെയും ഒക്കെ പല ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിച്ചത് കാണാം. അതിൽ ഉദാഹരണം ആയിഷ റളിയല്ലാഹു അൻഹയുമായി പ്രവാചകൻ ജീവിതത്തിലുണ്ടായ സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വീട്ടിൽ ഒരു ആടിനെ അറുത്തു. ആടിനെ എല്ലാവർക്കും സ്വതക്ക ചെയ്യാൻ, വിതരണം ചെയ്യാൻ പ്രവാചകൻ കൽപ്പിച്ചു. എല്ലാവർക്കും ആടിനെ വിതരണം ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മാ ബഖിയ മിൻഹാ, ആയിഷ എന്താണ് ഇനി അതിൽ ബാക്കിയുള്ളത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ മിൻഹാ ഇല്ലാ കതിഫുഹാ, ആടിന്റെ ആ മുൻകാലിന്റെ ഭാഗം, ചുമലിന്റെ ഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്തെ ഇറച്ചി, ആ മാംസം, അത് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി നമ്മൾ സ്വതക്ക കൊടുത്തു. പ്രവാചകന്റെ വീട്ടിലറുത്ത ആട് എല്ലാവർക്കും എന്ത് ചെയ്തു? സ്വതക്ക കൊടുത്തു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ആയിഷ, പ്രവാചകൻ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സുന്ദരമായ സംഭവം കൂടിയാണ്. അല്ല ആയിഷ, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അതിനെ നേരെ തിരിച്ച് ചിന്തിച്ചു. എന്താണ് ബാക്കിയുള്ളത് ഇനി ഈ ഭാഗം മാത്രമാണ്, ആടിന്റെ ഈ ഭാഗത്തെ മാംസം മാത്രമാണ് എന്ന് ചിന്തിക്കുന്നതിന് പകരം നേരെ തിരിച്ച് നേരത്തെ നമ്മൾ കൊടുത്തതൊക്കെ നമുക്ക് ബാക്കിയായി, ഇനി ഇതാണ് നമുക്ക് ബാക്കിയാകാതെ ഉള്ളത്. അഥവാ നേരത്തെ നമ്മൾ സ്വതക്ക കൊടുത്തതൊക്കെയും നമുക്ക് ശേഷിക്കുന്നുണ്ട്, പ്രതിഫലം നമുക്ക് ഉറപ്പായി. അതൊക്കെയും നമ്മുടെ പരലോകത്തെ അക്കൗണ്ടിൽ അത് വരവ് വെച്ച് കഴിഞ്ഞു. നാളെ ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം നമുക്ക് ഉറപ്പായി നമ്മുടെ നിയത്തിനനുസരിച്ച്. ഇനി ഇത് നമ്മൾ കൊടുത്തിട്ടില്ല, അപ്പോ ഇനി ഇത് കൊടുത്താലേ ഇതിന് പ്രതിഫലമുണ്ട്. ഇത് ബാക്കിയാകുമോ ഇല്ലയോ നമുക്ക് അറിയുള്ളൂ. ഇത് പല രൂപത്തിൽ പ്രവാചകൻ പഠിപ്പിച്ചത് കാണാൻ കഴിയും. നമ്മളൊക്കെ നമ്മുടെ അടുക്കലുള്ള വസ്തുക്കളെയാണ് നമ്മൾ നമ്മുടെ അടുക്കൽ ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനിക്കും. എന്റെ അടുത്ത് എന്റെ വസ്ത്രങ്ങളുണ്ട്, എന്റെ മൊബൈൽ ഫോൺ ഉണ്ട്, എനിക്ക് വാച്ച് ഉണ്ട്, കണ്ണടയുണ്ട്, ഇതൊക്കെ എന്റേതാണെന്ന് ഞാൻ അഭിമാനിക്കും. എന്റെ അടുക്കലുള്ള വസ്തുക്കളെയാണ് ഞാൻ എന്റേതാണ്, എന്റെ സമ്പത്താണ്, ഞാൻ സ്വരുക്കൂട്ടിയതാണ്, എന്റെ ബാങ്കിലെ അക്കങ്ങളുടെ എണ്ണത്തെയാണ് ഞാൻ എന്റെ സമ്പാദ്യമായി കണക്കുകൂട്ടുന്നത്, എന്റെ പക്കലുള്ള ആധാരമുള്ള വസ്തുക്കളെയാണ് ഞാൻ എന്റെ സ്വന്തമായി കണക്കുകൂട്ടുന്നത്. റസൂലുള്ളാഹി തിരിച്ച് ഈ ചിന്തയെ മാറ്റാൻ വേണ്ടി തിരിച്ച് സ്വഹാബിമാരോട് ചോദിച്ചു,
ചോദിച്ചു, ഫഹൽ ലക യാ ഇബ്ന ആദം, അല്ലയോ ആദമിന്റെ സന്തതി, നീ നിന്റേതായി നിന്റെ സമ്പത്തായി നീ കാണുന്ന കുറെ കാര്യങ്ങൾ, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹൽ ലക മിൻ മാലിക, നിന്റെ സമ്പത്തിൽ നിന്ന് ഇതൊക്കെ നിനക്ക് ഉള്ളതാണോ? ഇല്ലാ മാ അകൽത ഫഅഫ്നൈത്, നീ നിന്റെ സമ്പത്തിൽ നീ ഭക്ഷണം പൈസ കൊടുത്തു ചെയ്തു, ഭക്ഷണ സാധനങ്ങൾ വാങ്ങി നീ കഴിച്ചു, അതിന്റെ ആരോഗ്യം അതിന്റെ ഉപകാരം നിനക്ക് കിട്ടി, അതിന്റെ ശരീരത്തിൽ അത് പ്രതിഫലിച്ചു, അത് നിനക്ക് ഉപകാരപ്പെട്ടു, അത് നിനക്ക് ഉപകാരപ്പെട്ടു പറയാം, ആ സമ്പത്ത് നിനക്ക് ഉപകാരപ്പെട്ടു പറയാം. അല്ലെങ്കിൽ നീ അതുകൊണ്ട് വസ്ത്രം വാങ്ങി ധരിച്ചു, ആ വസ്ത്രം ഉരുമ്പിപ്പോയി, വസ്ത്രം നിനക്ക് ഉപകാരപ്പെട്ടു, അതും നിനക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ നീ അതുകൊണ്ട് ധർമ്മം ചെയ്തു, ഇല്ലാത്ത ആളുകൾക്ക്, അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക് നീ അതുകൊണ്ട് നിന്റെ സമ്പത്ത് നീ അധ്വാനിച്ചതാക്കി സമ്പത്തിൽ നിന്ന് നീ ദാനധർമ്മം ചെയ്തു, അത് കൊടുത്തു, അത് അങ്ങനെ ചെലവായി പോയി. ഇതല്ലാതെ ഈ കാര്യങ്ങളല്ലാതെ നിനക്ക് നിന്റെ സമ്പത്ത് നിന്റെ മാൽ എന്ന് പറയാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ? റസൂൽ തിരിച്ചാണ് ചിന്തിച്ചത്, നാളെ പരലോകമായി ബന്ധപ്പെടുത്തിയാണ് ചിന്തിച്ചത്. നമ്മളൊന്നാലോചിച്ച് ചോദിക്കണം, ബാക്കിയുള്ള നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് അത് നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മുടെ സമ്പത്തായി നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുവരെ നമ്മുടെ സമ്പത്തല്ല, കുറെ ഭൗതികമായ കുറെ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടാവും, കറൻസി നോട്ടുകളായി അല്ലെങ്കിൽ ബാങ്കിൽ ചില അക്കങ്ങളായി ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു, അതിന്റെ ഉപകാരം നമുക്ക് കിട്ടിയാൽ നമ്മുടെ സമ്പത്തായി നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ നാളെ പരലോകത്തിന് വേണ്ടി നമ്മളത് കൊടുത്തു, ആ മറ്റുള്ള ആവശ്യക്കാർക്ക് കൊടുത്തു, ആ സ്വതക്കയുടെ കൂലി നമുക്ക് എഴുതപ്പെട്ടാല് നമ്മുടെ സമ്പത്തായി നമുക്ക് പറയാൻ കഴിയും. അതുവരെ കുറെ വസ്തുക്കൾ മാത്രമാണ് നമ്മുടെ അടുത്തുണ്ട്, അത് ചെലവഴിച്ചാൽ അത് ഉപകാരപ്പെട്ടാൽ നമുക്ക് ഉപകാരപ്പെട്ടു പറയാം, ഉപകാരപ്പെടുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പോലും നമ്മുടെ അടുത്തൊന്നുമില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ചിന്തയെ നാളെ പരലോകത്തിന്റെ ആ ഉത്തമത്വവും പരലോകമാണ് ശേഷിക്കുന്നതും ഈ ലോകത്തെ ജീവിതം എന്നത് അത് ഇന്നോ നാളെയോ എന്നല്ല, ഈ നിമിഷമോ അടുത്ത നിമിഷമോ നശിക്കാൻ പര്യാപ്തമാണെന്നും അത് യാതൊരു തരത്തിലുള്ള ഉറപ്പും ഒരു മനുഷ്യനും കൊടുക്കാൻ കഴിയാത്തതാണെന്നും, അതുകൊണ്ട് എന്താണോ നമ്മൾ കൊടുത്തത്, എന്താണോ നമ്മൾ ശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞതാണ്, അല്ലാതെ നമ്മുടെ അടുക്കൽ ഇപ്പോൾ ശേഷിക്കുന്നതല്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇങ്ങനെ പല ഉദാഹരണങ്ങൾ പഠിപ്പിച്ച് കാണാൻ കഴിയും. ആ ചിന്ത നേരത്തെ പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടാവുക എന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നതുകൊണ്ടാണ് ഈ റമദാനിലെ നോമ്പടക്കം നമുക്കത് നമ്മൾ ഈ ആശയം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നല്ലേ. നമ്മൾ ഈ റമദാനിലെ നോമ്പിൽ ഭൗതികമായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെക്കാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കുന്നതിന് പിന്നിലുള്ള തത്വം, നമ്മൾ ഒരു ദിവസം നോമ്പെടുത്തു, നമുക്ക് വൈകുന്നേരം മഗ്‌രിബ് നമസ്കാരത്തിൽ മഗ്‌രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തെ നോമ്പിന്റെ ഭൗതികമായ ഒരു കൂലി നമുക്ക് കിട്ടും. അതുകൊണ്ടല്ലല്ലോ നമ്മൾ നോമ്പെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോമ്പല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഭൗതികമായ നേട്ടം ഉണ്ടാകും എന്ന തരത്തിലാണോ നമ്മൾ നോമ്പെടുക്കുന്നത്? നമ്മുടെ നോമ്പല്ലല്ലോ. ഈ നോമ്പ് തന്നെയും നാം നേരത്തെ പറഞ്ഞ പരലോകത്തേക്കുള്ള ശേഷിപ്പുകളാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നോമ്പാകുന്നത്. നോമ്പെടുക്കുന്നതിന് പിന്നിൽ നമ്മുടെ നിയ്യത്തിൽ നമ്മുടെ ആരോഗ്യകരമായ ഏതെങ്കിലും തരത്തിലുള്ള പോഷണമോ അല്ലെങ്കിൽ ശാരീരികമായ ഏതെങ്കിലും നേട്ടങ്ങളാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിലും നോമ്പാകുന്നില്ലല്ലോ. നമ്മുടെ നോമ്പ് കൊണ്ട് ഈ ഭൗതിക ലോകത്ത് നമുക്ക് ആരും പൈസ തരുന്നില്ല, നമുക്ക് മറ്റൊരു നേട്ടങ്ങൾ നമ്മുടെ ലക്ഷ്യം വെക്കുന്നില്ല. ആ നേട്ടങ്ങൾക്ക് ഉണ്ടായാലും ശരി, ആ നേട്ടങ്ങൾ നമ്മൾ ലക്ഷ്യം വെക്കുന്നില്ല. നാളെ ഈ നോമ്പിന്റെ കൂലി അല്ലാഹുവിൽ നിന്ന് മാത്രം. എല്ലാ ആരാധനയും അർപ്പിക്കേണ്ട നോമ്പും നിസ്കാരവും സക്കാത്തും ഹജ്ജും എന്തൊക്കെ ഇബാദത്തുണ്ടോ അതൊക്കെയും കൊടുക്കേണ്ട ആ റബ്ബിന് വേണ്ടി മാത്രമാകുമ്പോഴാണ് നമ്മുടെ നോമ്പാവുന്നത്. അതാണ് നമ്മൾ നോമ്പ് പഠിപ്പിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ ഈ നോമ്പ് കാലത്ത് ഒഴിവാക്കുന്നതും ആ ബോധ്യം നമ്മളിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഉള്ളത് കൊണ്ടുകൂടിയാണ്. അതിലൊരു അംശമെങ്കിലും നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടുകൂടിയാണ് നമ്മൾ ഒഴിവാക്കുന്നത്. വേറെ ഏത് നിയമങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഒഴിവാക്കുക? ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒരു മാസത്തോളം നമ്മൾ ഭക്ഷണത്തിൽ നിന്നും ഭാര്യയിൽ വിട്ടുനിൽക്കുന്നു, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നമ്മൾ വിട്ടുനിൽക്കുന്നു, മ്ലേച്ഛമായ പ്രവർത്തനങ്ങളിൽ തിന്മകളിൽ നിന്ന് വാക്കുകളിൽ നിന്ന് നോട്ടങ്ങളിൽ നമ്മൾ വിട്ടുനിൽക്കുന്നു. ഇപ്പൊ ഒരാൾ നമുക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞാൽ നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ. ഇത് നാളെ പരലോകത്ത് എന്നോ നിലനിൽക്കുന്ന ഒരു ജീവിതത്തിൽ ഇതിന്റെ പ്രതിഫലങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെയാണ്, അതുകൊണ്ടായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ നോമ്പടക്കം നമ്മുടെ എല്ലാ ഇബാദത്തുകളും ഉണ്ടാകും. ഏത് രംഗത്തും ഈ പറഞ്ഞ പരലോക ബോധ്യത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് അങ്ങനെ പ്രത്യേകമായിട്ടൊരു മേഖല എടുത്ത് പറയാൻ കഴിയില്ല. ഏത് മേഖലയായിരുന്നാലും, ഏത് ഒരു വലിയ രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, പക്ഷേ നാളെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഈ ബോധം നഷ്ടപ്പെട്ടുകൊണ്ട് ഒരാൾ അതിൽ പ്രവർത്തിച്ചാൽ അയാളുടെ പ്രവർത്തനം കൊണ്ടും ദുനിയാവിൽ ചിലപ്പോൾ നേട്ടം കിട്ടും എന്നല്ലാതെ മറ്റൊരു നേട്ടം അയാൾക്ക് ഉണ്ടാവില്ല.
ഏറ്റവും വലിയ കാര്യത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ മേഖലകൾ എടുത്താലും ഇങ്ങേയറ്റം നമ്മുടെ ജീവിതത്തിൽ ചെറിയ മേഖലകൾ എടുത്താലും നമ്മുടെ വീട്ടിനുള്ളിലെ നമ്മുടെ ഒറ്റക്കാവുമ്പോഴുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ പോലുമുള്ള പ്രവർത്തനങ്ങൾ, ഈ ആയത്തിലെ സാരാംശവും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഞാൻ ഫോൺ എടുക്കുമ്പോഴും ഇന്ന് ഈ ഫോൺ കൊണ്ട് പലതും ചെയ്യാൻ കഴിയും. ഇന്ന് ഇതുകൊണ്ട് എന്റെ ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ആരും കാണില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന രൂപത്തിൽ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പലതും ചെയ്യാൻ കഴിയും. ഒരു നിമിഷത്തേക്ക് നാളെ പരലോകത്തെ കുറിച്ച് മറക്കാൻ കഴിയും. പക്ഷെ അള്ളാഹു അവിടെ പറയുന്നത് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഈ ദുനിയാവിലുള്ള ഈ ഫോൺ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് മിനിറ്റുകൾ, അതിനെ എനിക്ക് ഏത് രൂപത്തിൽ ഉപയോഗിക്കാം. പക്ഷേ പരലോകത്തെ മറന്നുകൊണ്ട് ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. പരലോകമാണ് ഏറ്റവും ഉത്തമവും എന്നും നിലനിൽക്കുന്നതും. ഇത് ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ഇത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഇതിന്റെ സോഫ്റ്റ്വെയർ കുറച്ചുകൂടി വർഷങ്ങൾ കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആയി പോകും. ആളുകൾ ഇതിനെ കുറിച്ച് മറക്കും. പുതിയ ടെക്നോളജികൾ വരും. ഇത് നാമാവശേഷമായി പോകും. ഞാനും മരിക്കും. പക്ഷേ നാളെ ഞാൻ ഇതുകൊണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെയും നാളെ പരലോകത്തിൽ എന്നൊന്നും നിലനിൽക്കുന്ന ശാശ്വതമായ ലോകത്ത് ഇതിൽ ഞാൻ ചെയ്തതിനൊക്കെയും ഉത്തരവാദിത്തം ബോധിപ്പിക്കേണ്ടി വരും. അവിടെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെറിയ കാര്യം ചെയ്താണെങ്കിലും, എന്ത് ചെറിയ കാര്യം നാളെ ആഖിറത്തിന് വേണ്ടി ചെയ്യുകയാണെങ്കിലും അത് വളരെ വലിയ മൂല്യമുള്ളതായി പഠിപ്പിച്ചത്. എത്ര ചെറിയ നന്മയ്ക്കും ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളത് കൊണ്ടാണ്. കാരണം അത് പരലോകത്തുമായി ബന്ധപ്പെട്ടതാണ്. ഈ ദുനിയാവിലെ നേട്ടമാണെങ്കിൽ അത് നമുക്ക് ആലോചിക്കാം. ഈ ദുനിയാവിൽ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? നമുക്കതിൽ ഒരാളൊരു പുതിയൊരു ജോലി, ഒരാൾ കയറുന്നു, പുതിയ ജോലി കിട്ടുന്നു. അപ്പോ മറ്റാളെന്ന് പറയുന്നത് ഇതിനേക്കാൾ ശമ്പളമുള്ള ജോലി ഞാൻ തരാം. സ്വാഭാവികമായിട്ടും നമ്മൾ അടുത്ത ജോലി തന്നെയാണ് സ്വീകരിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ദുനിയാവിലുള്ള ജോലികൾ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ദുനിയാവിലെ സാമ്പത്തിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനാണ്. അപ്പോ അത് ഏറ്റവും വലുത് ഏതാണോ അതാണ് ആളുകൾ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. എന്നാൽ ആഖിറുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ ഇസ്ലാം പഠിപ്പിച്ചത് ഏറ്റവും ചെറിയ കാര്യങ്ങളെ പോലും നിസ്സാരമായി കാണരുത് എന്നാണ്. ദുനിയാവിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അതിന്റെ വലിപ്പവും ചെറുപ്പവും നോക്കിയിട്ടായിരിക്കും. അത് അങ്ങനെ തന്നെയാണ് ആളുകൾ ചെയ്യാറുള്ളത്. ഒരു കാര്യം വലുതാണോ, വലിയ നേട്ടങ്ങൾ നമുക്ക് തരുമോ, നമുക്ക് അതിലേർപ്പെടാം. ചെറിയ നേട്ടങ്ങളാണോ, നമ്മൾ വലിയ പ്രാമുഖ്യം കൊടുക്കാറില്ല. ചെറിയ നേട്ടങ്ങൾ നമുക്ക് അതുകൊണ്ട് കിട്ടുള്ളൂ. പക്ഷെ ആഖിറം അങ്ങനെയല്ല. ഇസ്ലാം ആഖിറത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. നാളെ പരലോകത്ത് നഷ്ടക്കാരാകുന്നത് നിങ്ങൾ രക്ഷ നേടണം. നരകത്തിൽ നിന്നുള്ള മോചനം സാധ്യമാക്കണം. നിങ്ങളുടെ അടുത്ത് ദാനധർമ്മം ചെയ്യാൻ വലിയ സമ്പന്നരായ ആളുകൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ കോടികളോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളോ പള്ളികളോ കാശ് നിങ്ങളടുത്ത് ഒരാൾക്ക് 1-2 കിലോ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ പോലും നിങ്ങളുടെ കാശില്ല. നമ്മുടെ ഈ വാചകങ്ങൾ എത്ര കൃത്യമാണ്. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നാളെ പരലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. ഒരു കാരക്ക, ഒരു ഉണങ്ങിയ ഈത്തപ്പഴം, അതുപോലും നിങ്ങളുടെ അടുത്ത് ഫുള്ളില്ല. അതിന്റെ ഒരു പീസാണ് നിങ്ങളുടെ പറയാണ്. ഒരു പീസ്, ഒരു കാരക്ക പോലും മുഴുവനായി എടുക്കാനില്ലാതെ ഒരാളാണ് നിങ്ങളെങ്കിൽ അത് കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം പരലോകമാണ് ഏറ്റവും ഉത്തമവും, പരലോകമാണ് എന്നത് നിലനിൽക്കുന്നത്. ഇന്ന് ലോകത്ത് ഒരു ചീള് കാരക്ക കൊടുക്കുന്ന ഒരു പ്രശ്നമേ നമുക്ക് ഉണ്ടാവുകയില്ല. പക്ഷെ നാളെ പരലോകത്ത് അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കും. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ്. പരലോകവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുണ്ടോ അത് നമ്മൾ ചിന്തിക്കേണ്ടതും ആ രൂപത്തിലാണ്. എത്ര ഒരു നന്മ നമ്മൾ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട വ്യത്യാസമാണ്. ദുനിയാവിലെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ വലിയ നേട്ടങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ പ്ലാനുകൾ മാറ്റുന്നു എങ്കിൽ നമ്മൾ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല. ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെറിയ നേട്ടങ്ങൾ കിട്ടുന്നുവെങ്കിൽ പോലും അതിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചെറിയ നേട്ടങ്ങളാണ് ഒരു നന്മ നമ്മൾ ചെയ്യുന്നത്, ഒരു സൽക്കർമ്മം നമ്മൾ ചെയ്യുന്നത്, ഒരു അമലു സ്വാലിഹ് നമ്മൾ ചെയ്യുന്നത്, അത് വലുതാണോ ചെറുതാണോ നോക്കിയിട്ടല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ലോകത്ത് പ്രവാചകന്മാരൊക്കെ അവരുടെ പണി ഉപേക്ഷിച്ച് പോകുമായിരുന്നു. കാരണം ലോകത്ത് ആയിരക്കണക്കിന് പിന്തുണച്ച ആളുകളുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള പ്രവാചകന്മാർ മാത്രമല്ല ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നാളെ പരലോകത്ത് വരുന്നത് അന്നബിയ്യു വമാഹു റഹ്തുൽ. നാളെ പരലോകത്ത് ഒരു പ്രവാചകൻ വരും, അദ്ദേഹത്തിന്റെ കൂടെ ഒരു മനുഷ്യനായിരിക്കും. ഒരു മനുഷ്യൻ
അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രബോധനം ചെയ്ത് ഒരു മനുഷ്യൻ മാത്രം തന്റെ അനുയായിയെ മാറിയ ഇസ്ലാം സ്വീകരിച്ചു ഒരാൾ. അങ്ങനെയുള്ള പ്രവാചകന്മാർ വരും. രണ്ടാളുകൾ മാത്രം വിശ്വസിച്ച പ്രവാചകന്മാർ നാളെ വരും. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രം വിശ്വസിച്ച ദൈർഘ്യമേറിയ 950 വർഷം പ്രബോധനം ചെയ്തിട്ടും വിരലുണ്ടാവുന്ന ആളുകൾ വിശ്വസിച്ച നൂഹ് നബിയെ പോലുള്ള പ്രവാചകന്മാർ നാളെ വരും. അവരൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലോ? അല്ല. പരലോകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ല. ഈ ദുനിയാവിൽ ഒരു റിസൾട്ടും അതുകൊണ്ട് ഉണ്ടായില്ല. ഏറ്റവും ചെറിയ കാര്യം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനാണ് നമ്മുടെ ആ രംഗത്തുള്ള ചിന്ത പോകേണ്ടത്. ദുനിയവി കാര്യങ്ങൾക്ക് മറ്റു ചിന്ത വെച്ച് പുലർത്താം. പക്ഷേ ഉഖ്റവിയായ കാര്യങ്ങളിൽ ഒരു ചെറിയ കാര്യത്തെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതുപോലെ ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ഷൈഅ. ഒരു കാര്യം നാം നേരത്തെ പറഞ്ഞു, നന്മ ചെയ്യുന്ന നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ്? ആ നന്മ വലുതാണോ ചെറുതാണോ നോക്കിയിട്ടല്ല, ഫർദാണോ സുന്നത്താണോ നോക്കിയിട്ടല്ല, ആ നന്മ കൊണ്ട് എത്ര റിസൾട്ട് ഉണ്ടാവുന്നു റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലുമല്ല. നമ്മൾ നന്മ ചെയ്യുന്നത് നന്മയാണോ അല്ലയോ എന്ന അടിസ്ഥാനത്തിലാണ്. അത് നന്മയാണോ? ഇല്ല, നന്മയല്ല, മാറ്റി നിർത്തും. ഇതാണ് ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാരക്ക ഫുള്ള് പോലുമില്ല, ഒരു പീസാണുള്ളത്, അത് കൊടുത്തിട്ട് നരകത്തിന്റെ മോചനം സാധ്യമാക്കുക. ഇനി കൊടുക്കാൻ കിലോ കണക്കിന് ഒന്നുമില്ല, ഒരു കാരക്ക ഫുള്ളില്ല, ഒരു കാരക്കയുടെ ഒരു ചീള് പോലും കൊടുക്കാനില്ല, ഒന്നുമില്ല കയ്യിൽ. നല്ല വാക്ക് പറഞ്ഞിട്ട് നല്ല സംസാരം ഉപയോഗിച്ചിട്ട് ആ നന്മ നേടിയെടുക്കാൻ ശ്രമിക്കുക. ആ നല്ല കാര്യം, ആ അമൽ സ്വാലിഹ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഒരു കാര്യം നല്ലതാണോ നന്മയാണോ ഒന്നിനെയും നിങ്ങൾ നിസ്സാരമായി ഗണിക്കരുത്. മറ്റൊരാളെ കാണുമ്പോൾ നല്ല സന്തോഷമുള്ള മുഖത്തോടുകൂടി പ്രസന്നമായ മുഖത്തോടുകൂടി ഒരാളെ അഭിമുഖീകരിക്കുന്നത് പോലും നിസ്സാരമായി ഗണിക്കരുത്. കാരണം അതിന് കൂലിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ വാചകം പല സംഭവങ്ങൾക്ക് സൂചിപ്പിച്ചത് കാണാൻ കഴിയും. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തുഫ്രിഗ മിൻ ദൽവിക ഫീ ഇനാഇൽ മുസ്തസ്ഖി. വെള്ളം ചോദിച്ചു വരുന്ന ഒരാളുടെ തൊട്ടിയിലേക്ക് ഗ്ലാസ്സിലേക്ക് നിന്റെ അടുക്കലുള്ള ഗ്ലാസ്സിൽ നിന്ന് വെള്ളം ഒഴിച്ചു, അതിനെ നിസ്സാരമായി ഗണിക്കരുത്, നിസ്സാരമായി കാണരുത്. സ്ത്രീകളെ സൂചിപ്പിച്ചു അല്ലയോ സത്യവിശ്വാസികളായ സ്ത്രീകളെ, ഒരു അയൽവാസിനിയും തന്റെ അയൽവാസിനിയോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിനെ നിസ്സാരമായി ഗണിക്കരുത്. എന്താണ് ഇനി കൊടുക്കാൻ? അയൽപക്ക ബന്ധം നിലനിർത്താൻ, അയൽവാസിക്ക് ഹദിയ കൊടുക്കാൻ, വീട്ടിൽ വലിയ വിഭവ സമൃദ്ധമായ സദ്യയോ അല്ലെങ്കിൽ കൊടുത്തുവിടാൻ ഒരു കാസറോൾ നിറച്ച് പത്തിരിയോ കറികളോ ഒന്നുമില്ല, കൊടുക്കാൻ ഒരു പറയാൻ പറ്റാവുന്നതൊന്നുമില്ല. കൊടുക്കാൻ ആകെ കയ്യിലുള്ളത് ഒരാടിന്റെ കുളമ്പാണ് കയ്യിലുള്ളത്. മാംസമൊന്നും കൊടുക്കാൻ, ഇറച്ചിയൊന്നും കൊടുക്കാനില്ല. എങ്കിൽ അത് കൊടുത്തിട്ട് ആ അയൽപക്ക ബന്ധം നിലനിർത്തണമെന്നും ആ നന്മയെപ്പോലും നിസ്സാരമായി ഗണിക്കരുത് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾ സൂറത്തുൽ സിൽസാലിലെ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ എന്നീ 2 ആയത്തുകളുടെ വിശദീകരണത്തിൽ ഈ പറഞ്ഞതിനെ വളരെ കൃത്യമായി പഠിപ്പിച്ച മുഫസ്സിറുകളെ നമുക്ക് കാണാൻ കഴിയും. ഒരു അണുമണി തൂക്കം നന്മയായിരുന്നാലും ആ നാളെ നമ്മൾ കാണും. ഒരു അണുമണി തൂക്കം തിന്മയായിരുന്നാലും നാളെ പരലോകത്ത് അത് ചെയ്യുന്ന ആളുകൾ അത് കാണും. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ സ്ത്രീകൾ, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹ അടക്കമുള്ള ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അറിവ് നേടുന്നതിനും മറ്റുമായി കൂടിയിരുന്ന് സംസാരിക്കുന്നതിനും മറ്റുമായി വീട്ടിൽ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഏറ്റവും വലിയ ഇൽമിയായ വൈജ്ഞാനികമായ ചർച്ചകൾ നടത്തുന്ന ഒരു കേന്ദ്രമായിരുന്നു. പല കാര്യങ്ങൾക്കുമുള്ള ഒരു അഭയകേന്ദ്രം കൂടിയായിരുന്നു. അപ്പോ ഈ പറഞ്ഞ സ്ത്രീകൾ മാത്രമുള്ള ഒരു സദസ്സിൽ ആയിഷ റളിയല്ലാഹു വീടിന് പുറത്തു വന്ന് വല്ലതും തരണേ എന്ന് യാചിച്ച ഒരു മനുഷ്യന്റെ സംഭവം ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിൽ ഉദ്ധരിച്ച് കാണാൻ കഴിയും. നാം നേരത്തെ പറഞ്ഞ 2 ആയത്തുകളുടെ തഫ്സീറുകളിൽ പല മുഫസ്സിറുകളും ആ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ യാചകന് കൊടുക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അന്ന് ആ സദസ്സിൽ ഒന്നും ഉണ്ടായില്ല. തന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിലുള്ള കുറച്ച് മുന്തിരി, അതിൽ ഒരു മുന്തിരി എടുത്ത് ആ യാചകന് കൊടുക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പോ കൂടെയുള്ള ആളുകൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി, എന്താ ഒരൊറ്റ മുന്തിരിയാണല്ലോ എടുത്ത് കൊടുക്കുന്നത്, ഒരു പിടിയെങ്കിലും എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ പറയാൻ മാത്രം ഉണ്ടാകുമോ.
ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് ഈ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉഖ്റവിയായ ശിക്ഷണം ലഭിച്ച ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ച് അവരോട് ചോദിക്കുന്നത്, ഈ രണ്ട് ആയത്തുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ നാളെ പരലോകത്ത് കാണുമെന്നും ഒരു അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും നാളെ പരലോകത്ത് അവൻ കാണും എന്നുള്ള ഈ രണ്ട് ആയത്തുകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ ഞാൻ കൊടുത്ത ഒരു മുന്തിരി നിസ്സാരമായി കാണും. ഈ ഒരു മുന്തിരിയിൽ എത്രയോ അണുക്കളുടെ ഒരു അളവുകളും ഒരു മുന്തിരി എന്ന് പറയുന്ന ഒരു അണുമണി തൂക്കം എന്ന നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ തിന്മകളെ നാളെ തൂക്കുന്ന അളവ് നമുക്ക് പഠിപ്പിച്ചത്. നമ്മൾ ഇന്ന് കോറികളിൽ നിന്ന് കരിങ്കൽ കോറികളിൽ നിന്ന് ടൺ കണക്കിന് നമ്മൾ ലോഡ് ആളുകൾ കയറ്റി അയക്കുന്നു. ഓരോ ടോറസ് ലോഡുകളായി ആളുകൾ അയക്കുന്നു. നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ അരിയും അതുപോലെ തന്നെ മറ്റു സംഗതികളൊക്കെ കിലോ കണക്കിന് നമ്മൾ വാങ്ങുന്നു. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ വാങ്ങുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യർ വിലപിടിപ്പുള്ളതായി കാണുന്ന സ്വർണവും വെള്ളിയും ആ കണക്കിലല്ലോ നമ്മൾ വാങ്ങുന്നു. നമ്മുടെ മൂല്യം കൂടുന്തോറും അളവ് കുറയുന്നു. ഓരോ ചെറിയ അളവിനും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. നമ്മൾ വീട്ടിൽ ആരുടെയെങ്കിലും ഒരു കമ്മലിന്റെ ആണി, സ്വർണ്ണ കമ്മലിന്റെ ആണി നഷ്ടപ്പെടാതെ 1 ഗ്രാമല്ലേ ഉള്ളൂ എന്ന് കരുതി നമ്മൾ ആരും അത് പോയിക്കോട്ടെ എന്ന് പറയാറില്ല. കാരണം പോയതൊരു ഗ്രാമാണെങ്കിലും ആ പോയതൊരു പാറക്കല്ലോ അല്ലെങ്കിൽ ഒരു വേറെ തരത്തിലുള്ള നമ്മൾ മൂല്യം അത്ര കൽപ്പിക്കാത്തൊരു വസ്തു അല്ല. നേരെ മറിച്ച് നല്ല മൂല്യമുള്ള ഒരു ഗ്രാമിനും 1000 രൂപ വിലയുള്ള സ്വർണ്ണമാണ് പോയത്. അപ്പൊ അത് നഷ്ടപ്പെട്ടാൽ അത് രാത്രിയാണെങ്കിൽ നമ്മളും ടോർച്ചെടുത്തിറങ്ങും, കഴിയുന്നത്ര തിരയാൻ ശ്രമിക്കും. 1 ഗ്രാമല്ലേ ഉള്ളൂ കരുതി നമ്മൾ നഷ്ടപ്പെടുത്താറില്ല. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ എത്രയോ മില്ലിഗ്രാം ചേർന്നതാണ്. അതിനേക്കാളൊക്കെ എത്രയോ മൈന്യൂട്ടായ അളവിലാണ് അല്ലാഹു നന്മ തിന്മകളെ പ്രതിഷ്ഠിച്ചത്. നമ്മൾ നോക്കുക, ഒരു അണുമണി തൂക്കം മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അളവ് പോലും അല്ലാഹു നാളെ പരിഗണിക്കും, നാളെ പരലോകത്തിൽ. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പരലോകമാണ് ഏറ്റവും ഉത്തമമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ നന്മകളും ഒരു ചെറുതായാൽ പോലും നമ്മൾ നാളെ കാണും, തിന്മയായാലും കാണും. എന്നൊന്നും നിലനിൽക്കുന്ന ആ പരലോകത്ത് പിന്നെ അതിന്റെ ഉത്തരം പറയാൻ കഴിയില്ല. ആ ചെയ്ത തിന്മയുടെ ആ ഒരു അണുമണി തൂക്കം തെറ്റിന്റെ സമാധാനം എനിക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല, അതിന്റെ ഉത്തരവാദിത്തം എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. നേരെ തിരിച്ചാണെങ്കിൽ നന്മയാണെങ്കിൽ കാലാകാലം നമ്മൾ ഈ ചെയ്ത ഒരു നന്മയുടെ, ഒരു ചെറിയ നന്മയുടെ പ്രതിഫലം നമുക്ക് അബുക്കയായ നാളെ ആഖിറത്തിൽ അത് ആസ്വദിക്കാൻ കഴിയും. റമദാനുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ റമദാനിലുള്ള ഓരോ ചെറിയ നന്മകളെയും ചെറിയ തെറ്റുകളെയും വളരെ ഗൗരവത്തോടെ കാണണം എന്നുകൂടി ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. റമദാന്റെ തുടക്കത്തിൽ എന്ന നിലക്ക് നാളെ അങ്ങനെ പരലോകത്തേക്ക് വേണ്ടി എന്നും നിലനിൽക്കുന്ന ഉത്തമമായ പരലോകത്തേക്ക് വേണ്ടി പരലോകത്തിന് മുൻഗണന കൊടുക്കുന്ന ചില കാര്യങ്ങൾ, ചില നിസ്സാരമായ കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പെടുക്കുമ്പോൾ നോമ്പും അതുപോലെ തന്നെ റമദാൻ പ്രധാനപ്പെട്ട ഖുർആൻ പാരായണം, അങ്ങനെ തറാവീഹ് നിസ്കാരം, പ്രധാനപ്പെട്ട കുറെ അമലുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് മാത്രം പോരാ, നാളെ പരലോകത്തേക്ക് വേണ്ടി സ്വരുക്കൂട്ടാൻ കഴിയുന്ന എത്ര ചെറിയ സംഗതികളുണ്ടോ അതും നമ്മുടെ മനസ്സിൽ വേണം. എന്ന ആയത്ത് റമദാനിലുള്ള നമ്മുടെ ജീവിതം മുഴുവൻ നമ്മുടെ മനസ്സിൽ വേണം. റമദാനിൽ നമുക്ക് തുടക്കം എന്ന നിലക്ക് റമദാനിൽ ഇത്രയും ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുകയാണ് എങ്കിൽ ആ ദിവസങ്ങളിലൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടാക്കാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല കാര്യങ്ങളും നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചല്ലോ, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു അൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ സമയമായി കഴിഞ്ഞാൽ, ഫിത്റിന്റെ സമയമായി കഴിഞ്ഞാൽ പിന്നെ അകാരണമായി അതിനെ നീട്ടിവെച്ച് വൈകിപ്പിച്ചാൽ വലിയ പ്രതിഫലമൊന്നും കിട്ടില്ല. ചില ആളുകളുടെ ധാരണ അതാണ്. ഇന്ന് സമൂഹത്തിൽ ചില ആളുകൾ വളരെ ചെറിയതാണെങ്കിൽ ചില ആളുകളുടെ ധാരണ അങ്ങനെയുണ്ട്. നോമ്പ് കുറച്ചുകൂടി നേരം വിശപ്പ് സഹിച്ചിരുന്നാൽ കൂടുതൽ ഇല്ല. ഇസ്ലാം പറഞ്ഞത് എവിടെയാണോ അവിടെ നിർത്തുമ്പോഴാണ്. പ്രവാചകൻ പറഞ്ഞ നോമ്പ് തുറക്കാനുള്ള സമയം എപ്പോഴാണ് അവിടെ നിർത്തുമ്പോഴാണ് നോമ്പാവുന്നത്. പറഞ്ഞു, നോമ്പ് തുറക്കാൻ ആളുകൾ ധൃതി കാണിക്കുന്നിടത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കും. സമയമായി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് തുറക്കാൻ അകാരണമായി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വൈകിപ്പിക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ അത്താഴം കഴിക്കാൻ ജനങ്ങൾ വൈകിപ്പിക്കുന്നിടത്തോളം കാലം ജനങ്ങൾ നന്മയിലായിരിക്കും, ഖൈറിലായിരിക്കും. നമ്മൾ അത്താഴം കഴിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ദുനിയവിയായ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അത്താഴം കഴിക്കാറ്. എന്നാൽ ഇസ്ലാം ഒരിക്കലും അത്താഴം കഴിക്കാൻ പറഞ്ഞെടുത്തൊന്നും അത് പറഞ്ഞിട്ടില്ല. നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് നമ്മുടെ മഗ്രിബ് വരെ ഇനി നിൽക്കാനുള്ളതല്ലേ, കുറച്ചുകൂടി ആരോഗ്യം നമുക്ക് കിട്ടും. സുബഹിക്ക് മുമ്പ് നമ്മൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആരോഗ്യകരമായ ഗുണമുണ്ടാകും. അങ്ങനെ ഒരു പരാമർശം ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയില്ല. നിങ്ങൾ അത്താഴം കഴിക്കേണ്ടത് ഇതിനാണ്. നേരെ മറിച്ച് എങ്ങനെ കാണാൻ കഴിയും, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന പരാമർശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ കഴിയും.
അപ്പൊ നമ്മൾ അത്താഴം കഴിക്കുന്നതിന് പിന്നിലുള്ള നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ വിശപ്പ് കുറച്ച് കുറയും, കുറച്ച് ആളുകൾ നമുക്ക് കിട്ടും, കുറച്ചുകൂടി നല്ലപോലെ മഗ്‌രിബ് പോലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന അടിസ്ഥാനത്തിലല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നന്മതിന്മകളെ ദുനിയാവിൽ അളക്കുന്ന അളവുകൾ കൊണ്ട് നമ്മൾ പരലോകത്തെ അളക്കരുത്. നമ്മൾ അത്താഴം കഴിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു എന്തുകൊണ്ടാണ്? നമ്മൾ അത്താഴം കഴിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ചതുകൊണ്ടാണ്. എല്ലാ രംഗത്തും ബറക്കത്ത് വേണം നമ്മൾ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ എല്ലായിടത്തും ബറക്കത്ത് വേണം, പഠനത്തിൽ വേണം, അതുപോലെ തന്നെ ജോലിയിൽ വേണം, ജീവിതത്തിൽ വേണം, കുടുംബ ജീവിതത്തിൽ വേണം. പക്ഷെ അല്ലാഹു ബറക്കത്ത് നിശ്ചയിച്ച ഈ കാര്യങ്ങളൊക്കെ അത് വിശപ്പില്ലല്ലോ എന്ന് കരുതി നമ്മൾ തള്ളിക്കളയും. നമ്മുടെ രാത്രി തറാവീഹിന് ശേഷം കഞ്ഞി കുടിച്ചു എന്നതുകൊണ്ട് നമ്മൾ അത്താഴം കഴിക്കാതിരിക്കും. അതല്ല നമ്മുടെ അത്താഴത്തിലുള്ള മാനദണ്ഡം. നമുക്ക് വിശപ്പില്ല എന്നല്ല നമ്മുടെ അത്താഴത്തിലുള്ള മാനദണ്ഡം. നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി ആ സമയത്ത് എഴുന്നേൽക്കണം. കുറച്ചുകൂടി നേരം പുറകെ സുബഹിയുടെ ബാങ്ക് കഴിഞ്ഞ് ജമാഅത്ത് എഴുന്നേൽക്കാം എന്നതല്ല. ആ സമയത്ത് അത്താഴം കഴിക്കുക എന്നതാണ് അത്താഴം. അല്ലാതെ നമ്മൾ കിടക്കുന്നതിന് മുൻപ് കഴിക്കുന്നതല്ല അത്താഴം. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ ചെറിയ ചില കാര്യങ്ങൾ പോലും ഉണ്ട് പരലോകത്തെ ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ. നമ്മൾ അത്താഴം കഴിക്കുന്നത് നാളെ പരലോകത്ത് നമുക്ക് അതിന്റെ ഗുണഫലം ലഭിക്കാൻ തന്നെയാണ്. ദുനിയാവിൽ അതുകൊണ്ട് വേറെ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നു, ശരിയാണ്, അത് നമ്മൾ ലഭിക്കുകയും ചെയ്യും. പക്ഷെ അത് നമ്മുടെ ലക്ഷ്യമായി മാറരുത് എന്ന് മാത്രം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന പലപ്പോഴും ആളുകൾ നഷ്ടപ്പെടുന്ന ഒന്നാണ്. മൂന്നാളുകളുടെ പ്രാർത്ഥന തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ആ മൂന്നാളുകളിൽ ഒരാൾ, രണ്ടാമത്തെ ആൾ നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു. നാളെ പരലോകത്തേക്കുള്ള നമ്മുടെ നീക്കിയിരിപ്പാണത്. ആ സമയത്ത് നോമ്പ് തുറക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ധൃതിപ്പെട്ട് നോമ്പ് തുറക്കുക എന്നത് നമ്മുടെ ഒരു ആവശ്യമാണെങ്കിലും, നമ്മുടെ വിശപ്പിന്റെ അത്ര നേരം സഹിച്ചതിന് അതിന് തുറക്കുക എന്ന നമ്മുടെ ആവശ്യമാണെങ്കിലും, പക്ഷെ അതിനിടയിലും പ്രാർത്ഥന കൈവിടാതിരിക്കുക എന്നത് നാളെ പരലോകമാണ് ഏറ്റവും ഉത്തമം എന്ന് ചിന്തിക്കുന്ന എന്ന അടിസ്ഥാനപരമായ ആശയം ഉൾക്കൊണ്ട ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇത് കഴിഞ്ഞ് ഇതേ സമയത്ത് തന്നെ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കുന്നുണ്ടാവും. ബാങ്ക് കൊടുക്കുമ്പോഴുള്ള നമ്മുടെ ഉത്തരവാദിത്തം ബാങ്കിന് ജവാബ് കൊടുക്കുക എന്നതാണ്. അതുപോലെ തന്നെ ആവർത്തിക്കുക എന്നതാണ്. ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാ എന്നിടത്ത് ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ അതുപോലെ ആവർത്തിക്കുക എന്നതാണ്. അത് നമ്മൾ മറന്നു പോകുന്നു. നോമ്പ് തുറക്കുന്ന ഒരാൾക്ക് അതിലിളവുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. മഗ്‌രിബിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം നോമ്പ് തുറക്കുന്ന ആളുകൾക്ക് മാത്രം ഒരു പ്രത്യേക ഇളവുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള പല വിധമായ എണ്ണക്കടികളും അതുപോലെ തന്നെ ഭക്ഷണ വിഭവങ്ങളും ഒക്കെയാണ്. ഇതിനേക്കാൾ നമുക്ക് പ്രാമുഖ്യമെങ്കിൽ, ഇതിനേക്കാൾ നമുക്ക് അതാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം. മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിന്റെയും സ്ഥിതി അത് തന്നെയാണ്, പ്രത്യേകിച്ച് നോമ്പുകാലത്ത്. ഇതൊക്കെയും ഞാനും നിങ്ങളും റമദാൻ ഈ ഒന്നാമത്തെ നോമ്പിൽ നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പരലോകത്തിന് മുൻഗണന കൊടുക്കാൻ ജീവിതത്തിൽ ഏത് രംഗത്ത് വന്നിരുന്നാലും, നമ്മുടെ ജോലിയുടെ വിഷയത്തിൽ വന്നു, നമ്മുടെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന്റെ വിഷയത്തിൽ വന്നു, നമ്മളൊരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ വിഷയം, എവിടെയും ഈ പറഞ്ഞ ആയത്ത് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. എന്തിനാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്? ദീനിനാണോ അതല്ല ദുനിയാവിനാണോ അതല്ല ആഖിറത്തിനാണോ? എല്ലാ രംഗത്തും ഇതും. നമ്മളൊരു ചെറിയൊരു വസ്തു വാങ്ങിയാൽ പോലും, നമ്മുടെ വീട്ടിലേക്ക് ഒരു TV വാങ്ങിയാൽ പോലും, ഏത് പുതിയൊരു ഗാഡ്ജറ്റ് വാങ്ങിയാൽ പോലും, അവിടെയൊക്കെ ചോദ്യം നമ്മുടെ മുമ്പിൽ ഒരു വാള് പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം, പ്രാമുഖ്യം, എന്തിനാണ് മുൻഗണന, ഏതിനാണ് പരലോകത്തിനാണോ അതല്ല ഇഹലോകത്തിനാണോ എന്ന ചോദ്യം. അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുക എന്നൊരു വലിയൊരു നന്മ കൂടി നമ്മുടെ ഈ പള്ളികളിലൊക്കെ അതിനുള്ള സംവിധാനമുണ്ട്. അത് എക്സ്ട്രാ സൂചിപ്പിക്കുകയാണ്. നോമ്പ് തുറപ്പിക്കാൻ ഞാനും നിങ്ങളും കഴിയുന്ന രൂപത്തിൽ വളരെ ചുരുങ്ങിയ ഒരു സംഭാവന കൊണ്ട്, സാമ്പത്തികമായി നമുക്ക് എല്ലാവർക്കും കഴിയുന്ന വളരെ ചുരുങ്ങിയ ഒരു സാമ്പത്തികമായ ചിലവ് മാത്രമാണ് ഒരാളെ നോമ്പ് തുറപ്പിക്കുന്നതിന് വരിക. അത് ഞാനും നിങ്ങളും അത് ശ്രദ്ധിക്കാൻ ഒന്നുകൂടി നമ്മൾ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കണം. ഒരാളെ നോമ്പ് തുറപ്പിക്കുക എന്നത് അയാളുടെ ആ നോമ്പിന് തത്തുല്യമായ പ്രതിഫലം നമുക്കും കിട്ടുന്ന ഒന്നായതുകൊണ്ട് വളരെ ചുരുങ്ങിയ യാത്രക്കാർക്ക് നോമ്പ് തുറപ്പിക്കുന്നത്. പള്ളികളിലൊക്കെ നോമ്പ് തുറയുടെ ആ ഒരു വിഹിതം നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ നോമ്പ് തുറ എന്ന് പറയുന്നത്, നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ ആ ഫ്രൂട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ അടങ്ങി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു പൈസയാണ് എന്ന് നമുക്കറിയാം. അതും നമ്മുടെ റമദാനിൽ നമ്മൾ ലക്ഷ്യമായി എടുക്കണം. അങ്ങനെ പലപ്പോഴും നമ്മൾ നിസ്സാരമായി കഴിക്കുന്ന ഇത്തരം കാര്യങ്ങളെയൊക്കെ പരലോകത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും.
ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരലോകത്തിൽ മുൻഗണന കൊടുക്കാൻ യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാളെ ചെന്ന് നിൽക്കാനുള്ളവരാണ് എന്ന ബോധം നമുക്കും നമ്മുടെ വരും തലമുറകൾക്കും നമ്മളുമായി ഇടപെടുന്ന ആളുകൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുനിയാവും ആഖിറവും തമ്മിൽ ഏറ്റുമുട്ടുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില നിർണായക ഘട്ടങ്ങളിൽ ആഖിറത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ എന്നെയും നിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദാ വസല്ലല്ലാഹു അലൈഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.